അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് തമിഴിൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങളത് കേൾക്കണം. അതെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഇതിൽ ആരാണ് സ്നേഹ, ആരാണ് ലീന, നമ്മൾ എന്ത് കോഴ്സാണ് പഠിക്കുന്നത്, എന്തിനാണ് പഠിക്കുന്നത്, സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, ഞങ്ങളുടെ പോസ്റ്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളും, പിന്നെ ഞങ്ങളുടെ ഇൻസ്പിറേഷൻ എന്തായിരുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഞങ്ങളുടെ ഫാമിലിനെ പറ്റിയിട്ടും ഞങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ പറയാം, നമ്മളോട് കാര്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, ഞങ്ങളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഞങ്ങൾ പുതിയ യൂട്യൂബേഴ്സ് ആണല്ലോ, അപ്പോൾ നമ്മളെ ആർക്കും തന്നെ അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തുടക്കം തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇനിയുള്ള ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്ന്. സോ ഗൈസ്, വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് ഞങ്ങൾക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. ഈ ഞങ്ങൾക്കാണെങ്കിൽ നല്ലൊരു സെറ്റപ്പ് ഒന്നും ഇല്ല, അതായത് ക്യാമറ, ബാക്ക്ഗ്രൗണ്ട്, ഇത് ഞങ്ങളുടെ റൂമാണ് ഗൈസ്. അപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ കാണും. നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് എല്ലാ സെറ്റപ്പുമായിട്ട് പിന്നെയും കാണാൻ പറ്റും. ഞങ്ങൾക്ക് ക്യാമറ ഇല്ല. ഇതാണ് ഗൈസ് ഞങ്ങളുടെ മൈക്ക്, ഇയർപോഡ്സാണ് ഞങ്ങളുടെ മൈക്ക്. അങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, നിങ്ങളൊന്നും കാര്യമാക്കരുത്. എല്ലാവരും അത് അഡ്ജസ്റ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക, വ്യൂസ് കിട്ടുക. അപ്പോൾ നമ്മളും പുതിയ ക്യാമറയും എല്ലാമായിട്ട് വരും. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ പറയാം, ഇതിൽ ആരാണ് സ്നേഹ, ആരാണ് ലീന. ഗൈസ് ഞാനാണ് ലീന, ഞാനാണ് സ്നേഹ ഗൈസ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എന്ത് കോഴ്സാണ് പഠിക്കുന്നത്, നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്. ഞങ്ങൾ പഠിക്കുന്നത് നഴ്സിംഗ് ആണ്, ഇപ്പോൾ തേർഡ് ഇയർ ആയി. ഞങ്ങൾ പഠിക്കുന്നത് ധനലക്ഷ്മി എന്ന് പറയുന്ന ഒരു കോളേജാണ്, അത് കൊച്ചിയിലുള്ള ഒരു കോളേജാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ വന്നിട്ടാണ് ഗൈസ് ഒരു നഴ്സിംഗ് പഠിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മളുള്ളത് തൃച്ചിയിലല്ല, എവിടെയാണ്? ഇപ്പം ഞങ്ങളുള്ളത് ചെന്നൈയിലാണ്. എന്തിനാ ചെന്നൈ വന്നേ പറ? സൈക്യാട്രി പോസ്റ്റിംഗ്. അതെ ഗൈസ്, നമ്മുടെ തേർഡ് ഇയറിൻ്റെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഭാഗമായിട്ടുള്ള സൈക്യാട്രി പോസ്റ്റിംഗ് നമ്മുടെ IMH ചെന്നൈയിൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ചെന്നൈയിലാണ് ഗൈസ് പോസ്റ്റിംഗ്. അപ്പോൾ നമ്മളിവിടെ ഒരു മാസത്തെ പോസ്റ്റിങ്ങിന് വേണ്ടി മാത്രം തൃച്ചിയിൽ നിന്ന് ചെന്നൈയിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് പോസ്റ്റ് ചെയ്ത് തയ്യാറായി 4 ദിവസം കൂടുള്ളൂ. അതെ, ഇത് നെക്സ്റ്റ് നമ്മുടെ നാടിനെ കുറിച്ച് പറയാം. നമ്മുടെ നാട്ടിലെവിടെയാ ഗൈസ്? നാട്ടിൽ ഞാൻ കോട്ടയത്താണ്, ഞാൻ ഇടുക്കിയിലാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കോട്ടയത്തുള്ളവരും ഇടുക്കിയിലുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമുക്ക് ഒരേപോലെ തന്നെ, എന്നാൽ ഇവരൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സന്തോഷമൊക്കെ കൂടുമല്ലോ. അതെ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, മറക്കാതെ നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണം. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ വന്ന് പഠിക്കുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അറിയാവുന്നവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമ്മുടെ കോളേജിലെ പിള്ളേർ കാണുവാണെങ്കിൽ അവർ കമൻറ്റ് ചെയ്ത് നെക്സ്റ്റ് ഞങ്ങളുടെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ ഇൻസ്പിറേഷൻ ഒന്നുമല്ല, യൂട്യൂബ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനുള്ള കാര്യങ്ങളൊന്നും ഉണ്ട്, സെറ്റപ്പ് ആയിരുന്നില്ല. ഫസ്റ്റ് ഇയർ തൊട്ട് ഞങ്ങൾ പറയായിരുന്നു എനിക്കൊരു സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പക്ഷേ നമ്മൾ ഒരു ഇൻസെക്യൂരിറ്റി കാരണം എന്തൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും, അത് കണ്ടാൽ നമ്മുടെ ക്ലാസ്മേറ്റ്സ് എന്ത് വിചാരിക്കും, പുറത്ത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ ഒരുപാട് ഹോസ്റ്റൽ വ്ളോഗ്സ്, വാട്ട് വീറ്റിനിടയിലൊക്കെ ഒരുപാട് വ്ളോഗ്സ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കും അങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങളും ഫസ്റ്റ് ഇയർ തുടങ്ങിയ പ്ലാനിങ് തേർഡ് ഇയർ ആയപ്പോഴേക്കും ഫൈനലി ലക്ഷ്മിയുടെയും അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. അവരെയൊക്കെ വീഡിയോസ് കണ്ടിട്ട് നമ്മളും ഫൈനലി ഫസ്റ്റ് ഇയർ തുടങ്ങിയ പ്ലാൻ നമ്മൾ ഫൈനലി തേർഡ് ഇയർ ആയപ്പം നടത്തി. സ്വന്തമായിട്ട് ഇപ്പോൾ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. 1 month ആകുന്നേ ഉള്ളൂ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്നാൽ നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം സബ്സ്ക്രൈബേഴ്സ് വ്യൂസൊക്കെ കുറവാണ്, എന്നാലും ഞങ്ങൾ മാക്സിമം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ഞാൻ വീഡിയോസൊക്കെ പോയി കാണണേ. നെക്സ്റ്റ് നമ്മുടെ സ്ട്രഗിൾസ് പറ. വീഡിയോസ് എടുക്കുന്നത് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ വീഡിയോസ് എടുക്കുമ്പോൾ ഉള്ള നമ്മുടെ സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സ്ട്രഗിൾസ് എന്ന് പറയുമ്പം സ്പേസ് ഇല്ല, മെയിനായിട്ട് സ്പേസ് ഇല്ല. വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു ക്യാമറ ഇല്ല, മൈക്കില്ല, ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പൊക്കെ. ഇത് ഞങ്ങളുടെ റൂമാണ്, ഹോസ്റ്റൽ റൂമിലാണ്. ഇതിന് വെളിയിൽ ഇറങ്ങി വീഡിയോ എടുക്കാനുള്ളൊരു സംഭവം അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. മെയിനായിട്ട് ഈ റൂമിൽ 7 പേരാണ് കഴിച്ചു. അപ്പോൾ റൂം ഓൾറെഡി നല്ല ചെറുതാണ്, അതിൻ്റെ കൂടെ 7 പേര് ഇതിൻ്റെ അകത്ത് കൺജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിൻ്റെ കൂടെയാണ് കഴിച്ച് ഞങ്ങൾ വീഡിയോ കൂടെ എടുക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള 5 പേര് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ മാത്രമേ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിൻ്റേതുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങിക്കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ക്യാമറയോ അല്ലെങ്കിൽ നല്ലൊരു മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല.
അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓരോ ചലഞ്ചസ് ഓരോ വീഡിയോസ് എടുക്കാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരാറുണ്ട്. പിന്നെ നമ്മൾ പോസ്റ്റിങ്ങിന് കൂടെ പോകുന്നതായതുകൊണ്ട് നമുക്ക് പോസ്റ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ അറിയാമല്ലോ, നേഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് എഴുതാനുണ്ടാവും. സോ എഴുതലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട ടൈം ഉണ്ടാവില്ല, വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അതിൽ വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ നെറ്റില്ല, റേഞ്ച് ഉണ്ടാവില്ല. സോ ഇതൊക്കെ നമുക്ക് ഭയങ്കര വലിയ കഷ്ടപ്പാടാണ് ഗൈസ്. പക്ഷെ എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. ഡെയിലി അല്ലെങ്കിലും വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. എല്ലാവരും പോയി ഞങ്ങളുടെ ഷോർട്സൊക്കെ പോയി ഒന്ന് കാണണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താ, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താ? ഞങ്ങൾ നല്ല റിലേഷൻ ഒന്നുമില്ല. ഇവിടെ ആരാന്നും എനിക്കറിഞ്ഞൂടാ. ആണല്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയുണ്ടാവില്ല. ഇനി ചാനലിൻ്റെ പേര് നമ്മൾ മാറ്റും ഗൈസ്. സ്നേഹാലി എന്നുള്ള ചാനൽ മാറ്റി സ്നേഹ എന്ന് മാത്രമുള്ള ചാനലായിട്ട് മാറ്റേ. ഞങ്ങൾ തമ്മിലെ ബന്ധമൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങൾ കോളേജ് വെച്ചാണ് കാണുന്നത്. അല്ല സ്കൂളിലോട്ടുള്ള ഫ്രണ്ട്സൊന്നും അല്ല. കോളേജ് വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. നമ്മൾ ഈ ഫസ്റ്റ് ഇയറിൽ വന്നിട്ട് ഈ ജാടയാന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടുകാരിയാണില്ല. അത് ഇവളായിരുന്നു. ഉള്ള കാര്യം പറ, നീയായിരുന്നു. കാരണം ഇവളുടെ ഷോയെ കണ്ടാണ്ടല്ലോ എൻ്റെ പൊന്നോ. അപ്പുറം ഇപ്പുറം റൂമായിരുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ മിണ്ടലോ പറക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് തമ്മിൽ പരസ്പരം ഇഷ്ടമല്ലല്ലോ. നോ, അത് കഴിഞ്ഞ് എന്തോ ഒരു കണക്ഷൻ വന്നു. പിന്നെ നമ്മുടെ അപ്പർ റൂമിലാകുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമല്ലോ റൂമിൽ. അങ്ങനെ പോയി സംസാരിച്ചു. അങ്ങനെ കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എവിടെയോ വെച്ച് ഞങ്ങളുടെ വൈബൊക്കെ തമ്മിൽ സെറ്റായി. അങ്ങനെ നമ്മൾ നല്ല ഫ്രണ്ട്സായി. ഇപ്പോൾ ഞങ്ങൾ ഒരു റൂമിലാണ്, ഒരുമിച്ചാണ്. പക്ഷെ എപ്പോഴും അടിയാണ്, എപ്പോഴും ഇഷ്ടമല്ല. അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ ഒരു ഹോസ്റ്റൽ ലൈഫ് ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് മാത്രം ഇവിടെ ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ഗൈസ്. നെക്സ്റ്റ് എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റിങ്ങിനെ കുറിച്ച് പോസ്റ്റിംഗ് ചെന്നൈയിൽ വന്നപ്പോൾ ഉള്ള പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ രാവിലെ പോകുന്നത്. രാവിലെ തൊട്ട് ഉച്ച വരെ നല്ല രസമാണ് അവിടെ ചെന്ന്. ഞങ്ങൾ IMH ചെന്നൈയുടെ നമുക്ക് ഫോൺ ഹോസ്പിറ്റലിൽ അലൗഡ് അല്ല, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് വീഡിയോ തന്നെ. ഭയങ്കര അടിപൊളി സ്പേസ് ആണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു ഫുള്ളൊരു കാടുള്ളൊരു ഏരിയ. എന്ന് പറയുന്നത് ഒരു കാടൊടിച്ചൊരു ഏരിയ പോലെ. പക്ഷെ അത് ഭയങ്കര നീറ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വാർഡുകളൊക്കെ ആണെങ്കിലും ഭയങ്കര എക്കോ ഫ്രണ്ട്ലിയാണ്, ഭയങ്കര കാമായിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് സ്ഥലമാണ്. അതേപോലെ അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ്, ബേക്കറി പോലെ ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. അവിടെ മെയിനായിട്ട് എടുത്തു പറയുന്നത് അവിടെ മാസ്റ്റേഴ്സ്, ഓരോ വാർഡിലും ഒരുപാട് മാസ്റ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ ഭയങ്കര അടിപൊളി. അവരൊക്കെ സാധാരണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒക്കെ സിസ്റ്റർമാരൊക്കെ സംസാരിക്കുന്നില്ലേ, അതുപോലൊന്നും അല്ല. അവർ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യാനില്ല. പക്ഷെ നമ്മൾ ഒരുപാട് ടൈം നമ്മുടെ പേഷ്യൻസ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവരായിട്ട് സംസാരിക്കും പോലും ചില സമയം നമുക്ക് എന്ത് ലക്കിയാന്ന് അവരെ കാണുമ്പോൾ. അല്ലെ അവർ ഫുഡൊക്കെ കഴിക്കുന്ന നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ തോന്നും. ഇവരെ പക്ഷേ ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടാണ്. പേഴ്സണൽ ഹൈജീൻ ആയിക്കോട്ടെ എല്ലാം പ്രോപ്പറായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡെയിലി ബെഡ്ഷീറ്റ് മാറ്റും, ഡെയിലി കുളിപ്പിക്കുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് ഗൈസ് എല്ലാ ദിവസവും കൊടുക്കുന്നത്. അതേപോലെ അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. കളിക്കാനായിട്ട് കുറേ സ്പേസ് ഉണ്ട്. അതിൻ്റെ പേഷ്യൻസ് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ ഇവിടെ ഒരുപാട് പേഷ്യൻസ് പലരും ഇപ്പോൾ ഹാലൂസിനേഷൻസ് അങ്ങനെ പല കണ്ടീഷൻസ് ആയിട്ട് വന്നത്. അപ്പോൾ അവരോട് പേഷ്യൻസ് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു നമുക്ക് എന്തോ പ്രശ്നമുണ്ടോ, അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. കാരണം ചില സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് തോന്നും. പിന്നെ ഞങ്ങൾ ഒരുപാട് പേഷ്യൻസിനെ പോയി കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചു, അവരോട് കളിച്ചു. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ പോസ്റ്റിംഗ് വരെ കയ്യാറായി ഗൈസ്. ഇനി വെറും 4 ദിവസമുള്ളൂ. കാരണം ഇവിടുന്ന് പോകുമ്പോൾ നല്ല വിഷമമായിരിക്കും. ഇവിടെ വരാൻ ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഈ എന്തിനിവിടെ പോസ്റ്റിംഗ് വരാൻ ഒരു താല്പര്യം ഇല്ലാതെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ വന്നത്. പക്ഷേ ഞങ്ങൾക്ക് 4 ദിവസമുള്ളൂ. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് ഗൈസ് ഇവിടെ പോകാനായിട്ട്. ഓരോ വാർഡിൽ നിന്ന് നമ്മുടെ പോസ്റ്റിംഗ് കഴിയുമ്പോഴും നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അവരായിട്ട് പോകാൻ. കാരണം നല്ല രസമാണ് പേഷ്യൻസ് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും അവരുടെ ഓരോ കഥകൾ കേൾക്കാനായിട്ട്. ചില കഥകൾ കേട്ടാൽ ഫുള്ളായിട്ടൊരു ഇമാജിൻ്റെ സ്റ്റോറി പറയുന്നു, പക്ഷെ കേട്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. അവരൊന്നും നമ്മളെ മറക്കത്തൊന്നുമില്ല. നമ്മളിപ്പോൾ പിറ്റേ ദിവസം പോസ്റ്റിങ്ങിന് പോയിട്ട് പിന്നെ വരുമ്പോൾ നേരത്തെ വന്ന അക്കയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞവരിങ്ങ് വരും. ചില പേഷ്യൻസ് നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു ഗൈസ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ IMH പോസ്റ്റിങ്ങിന് എവിടെയും കിട്ടിയാൽ ഉറപ്പായിട്ടും പോകണം. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ കളിയാക്കില്ല നിന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുവരും. ആ സിറ്റുവേഷൻ റിയൽ ആയിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേറെ ടൈപ്പാണ്.
പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ആർക്കൊരു ഒരു അവസരം IMH ചെന്നൈയിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ കിട്ടുക ഉറപ്പായിട്ടും വരണം. ഇവിടെ ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടു, ഒരുപാട് പേഷ്യൻസിനെ കണ്ടു, പല ഡിസോർഡേഴ്സ് കണ്ടു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഓരോരോ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തന്നു. അതേപോലെ ഞങ്ങളിവിടെ ചെന്നൈയിലാണ്. ചെന്നൈനെ കുറിച്ച് കുറച്ച് നമുക്ക് ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റി. ഇവിടെ ക്ലൈമറ്റ് അതൊന്നും പറ്റുന്നതല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റൽ പോസ്റ്റിനെ കുറിച്ച് പറയാൻ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ വീഡിയോ നല്ല ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് നമ്മളത് ഷോർട്ടാക്കി പറയാണ്. നെക്സ്റ്റ് നമുക്ക് ഫാമിലിയെ കുറിച്ച് പറയാം. ഫാമിലീനെ പറ്റി പറയുമ്പോൾ എൻ്റെ വളരെ ചെറിയ ഫാമിലിയാണ്. പപ്പ, മമ്മി, പിന്നെ ഒരു അനിയൻ, 2 അനിയത്തിമാർ, ഒരു വല്യമ്മച്ചി. ഇത്ര അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിയാണ് എൻ്റെ. ഭയങ്കര ചെറുതാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു അച്ഛൻ, അമ്മ, സോറി ഗൈസ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, ഞാൻ, അമ്മ, ഞങ്ങൾ ഇത്ര പേരുള്ളൂ ഗൈസ്. എൻ്റെ ഭയങ്കര ചെറിയ ഫാമിലി. ഇവിടെ ചോദിക്കുവാണെങ്കിൽ എൻ്റെ വലിയ ഫാമിലിയാണ് ഗൈസ്. കാരണം മാഡത്തിൻ്റെ ചെറിയ ഫാമിലിയായിരുന്നു. സോ എൻ്റെ ഭയങ്കര വലിയ ഫാമിലിയാണ്. പക്ഷെ വീട് അടിപൊളിയാണ് ഗൈസ്. ഇവിടെ വന്നിട്ട് ശേഷം ഭയങ്കരമായിട്ട് വീട് മിസ് ചെയ്യുന്നുണ്ട്. പണ്ട് വിചാരിക്കും ഇവിടെ നിന്ന് എങ്ങനെയും പുറത്തുനിന്ന് പോയി പഠിക്കണം, പുറത്ത് പോയാൽ മതി അങ്ങനെ. പക്ഷെ പറയുന്ന പോലെ അല്ല. ഇപ്പം നമ്മൾ ഓരോ ദിവസവും എണ്ണിക്കൊണ്ടിരിക്കുക എന്നാ ലീവ് എന്നാന്നുള്ളതൊക്കെ. അപ്പോൾ വീടൊക്കെ നമ്മൾ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും അടുത്തത് വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ വീട്ടുകാരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു ഫാമിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ അവിടെ പറയുന്നതായിരിക്കും. അത്ര ഉള്ളൂ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ലാഗ് അടുപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളോട് ചോദിക്കണമെന്നോ നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻസിൽ പറയുക. അതൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. നേഴ്സിംഗ് ലൈഫിനെ കുറിച്ചിട്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ കമൻസിൽ ഒന്ന് ഇടുക. ഉറപ്പായിട്ടും നമ്മുടെ എല്ലാവരും കമൻസ് നമ്മൾ വായിക്കും, റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും, വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ സ്ഥലത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണമെന്ന് പറയുക. അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ചേഞ്ചസ് നമ്മുടെ വീഡിയോസ് നമ്മൾ കൊണ്ടുവരും. സോ ഗായ്സ്, എല്ലാവരും മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നമ്മൾ കുറച്ച് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ചാനലിലേക്ക് വരുന്ന ഷോർട്സൊക്കെ കാണുക. ആ ഷോർട്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പോസിറ്റീവാണ് അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. എല്ലാവരുടെ കമൻറ്റ്സ് നമ്മൾ വായിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. ബൈ.